എല്ലാ കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അപ്പൊ ഇന്നത്തെ വിശേഷം കുറച്ച് ലേറ്റ് ആയിട്ടോ ഇടാനായിട്ട്. എന്നാൽ വൈകുന്നേരത്തെ പ്രൊമോ വിശേഷം നാളത്തെ വിശേഷം കൃത്യസമയത്ത് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ദേവേനി നേരെ നയനയുടെ അരിയിലേക്ക് വരുവാണ്. ഈ സമയത്ത് നയന അവിടെ കണ്ണടച്ച് കിടക്കുവാണ്. പിന്നീട് ദേവേനി മസാല ചായയൊക്കെ കൊണ്ടുവന്നിട്ട് നയനയെ വിളിക്കുവാണ്. നയനെ വിളിച്ചു കഴിഞ്ഞപ്പോ തന്നെ നയനെ കണ്ണു തുറന്നു നോക്കിയാ അമ്മയൊന്നും പറഞ്ഞ് പതുക്കെ എഴുന്നേക്കുവാണ്. അല്ല നിനക്കിത് എന്ത് പറ്റിയെന്ന് ചോദിക്കുക. അത് പിന്നെ അമ്മ എനിക്കൊരു തലവേദനയാന്ന് പറയണ. തലവേദനയോ? എന്നാ പിന്നെ നിനക്ക് ഹോസ്പിറ്റലിൽ പോകാൻ മേലായിരുന്നോ? ആദർശനോട് പറഞ്ഞ് നീ പിന്നെ തലവേദനയാന്ന് പറഞ്ഞ് ഇവിടെ കയറി കിടക്കണം എന്തിനാന്ന് ചോദിക്കാം. അത് കുഴപ്പമൊന്നുമില്ല അമ്മേ, കുറച്ച് സമയം കിടന്നു കഴിയുമ്പോഴത്തേനും കുറഞ്ഞോളൂ എന്ന് പറയാം. കുറച്ച് സമയം കിടന്നു കഴിഞ്ഞിട്ട് കുറഞ്ഞില്ലെങ്കിലോ പിന്നെ എന്ത് ചെയ്യുന്നു ചോദിക്കാം. ഇത് കേട്ടപ്പോ നയന പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയാം. ഇനിയിപ്പൊ നീ ഹോസ്പിറ്റലിൽ പോകാതിരുന്നിട്ട് ഇവിടെ എന്തായാലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എല്ലാരും പറയും ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന് നിന്നെ ഉപദ്രവിച്ചെന്ന് അങ്ങനെയൊക്കെ പറയത്തുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകാൻ നോക്കാൻ പറയണം. നയന വേണ്ടാന്ന് പറഞ്ഞ് മസിൽ പിടിച്ചിരിക്കുകയാണ്. ഈ സമയം ദേവേന് പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യ, നീ ഈ മസാല ചായ കുടിക്കുക. ഒരുമാതിരിപ്പെട്ട തലവേദനയ്ക്ക് ഈ മസാല ചായ കുടിച്ചാൽ കുറയും. ഞാൻ ആദർശിന് വേണ്ടിയിട്ട് എടുത്താ, അപ്പൊ കുറച്ച് ബാക്കി വന്നാ അതാ ഇങ്ങോട്ട് കൊണ്ടുവന്നേന്ന് പറയണം. ദേവേനെയും നയനയും നോക്കി. നയനയ്ക്ക് മനസ്സിലായി അതൊന്നും അല്ല അതിന്റെ സത്യാവസ്ഥ എന്നുള്ള. അമ്മ തന്റെ മുന്നിൽ വന്ന് കള്ളം പറയാന്നുള്ള മനസ്സിലായി. പിന്നീട് ദേവേന് പറഞ്ഞു ഇന്നത്തെ കാലത്തെ ഓരോ അസുഖങ്ങളൊക്കെയാ ആ എന്താ ചെയ്യുന്നേ. കാരണം ചെറിയ തലവേദനയൊക്കെ ആയിരിക്കും, പക്ഷെ അതെന്തിന്റെ തുടക്കമാണെന്ന് അറിയാൻ പറ്റില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോ നയന പറഞ്ഞു അതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന അമ്മേ, കാര്യമാക്കാനില്ലെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നീ ഹോസ്പിറ്റലിൽ പോകണം. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നതാണെങ്കിൽ അതൊന്നും പറയാൻ പറ്റില്ല. ഇനി ആദർശനെ വിളിച്ചിട്ട് പോകാൻ മടിയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ, നിന്റെ വീട്ടുകാരെ വിളിച്ചിട്ടാണെങ്കിലും പോകാൻ നോക്ക്. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കിടന്നിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അമ്മേ, എനിക്കൊരു പ്രശ്നമില്ല. ഒരു ചെറിയ തലവേദനയല്ലേ, അത് കുറച്ചേരം കിടന്നേയും മാറിക്കോളും. നിന്റെ ഇഷ്ടം അതാണ്, ഇനിയിപ്പോൾ അത് ചെയ്യുക. ഞാനൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല. ദേവേനിക്ക് നല്ല ടെൻഷനുണ്ട്. കാരണം നയന ഇങ്ങനെ തലവേദനയാന്ന് പറഞ്ഞ് കിടക്കുന്നതല്ല, ആദ്യമായിട്ടാണ് നയന ഇങ്ങനെ കിടക്കണത് തന്നെ. അപ്പം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നീട് ദേവേനി ശരിയെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകണം. പോയിട്ട് അവിടെ ഇങ്ങനെ നിന്ന് നയനെ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്താണെന്നറിയത്തില്ല, എത്രയും പെട്ടെന്ന് തന്നെ കുറഞ്ഞാൽ മതിയായിരുന്നു. പാവം ആകെ പടര് വയ്യാത്ത അവസ്ഥയാന്ന് തോന്നുന്നത്. ആ സമയം നയന ഇങ്ങനെ മസാല ചായ കുടിച്ച് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് നയനെ അങ്ങ് നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ ദേവേനും മുഖം തിരിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. നയനയ്ക്ക് മനസ്സിലായി അമ്മ തന്നെ നോക്കി നിൽക്കുമായിരുന്നു എന്നുള്ള ഒരു കാര്യം. പിന്നീട് ദേവേന് നേരെ ചെല്ലുന്ന മുത്തശ്ശിയുടെ അടുത്തേക്കാണ്. അപ്പൊ മുത്തശ്ശി ചായ കുടിച്ചോണ്ടിരിക്കുവായിരുന്നു. മുത്തശ്ശേരി എന്നിട്ട് പറഞ്ഞു അവൾക്ക് സുഖമില്ലെന്ന് പറയാണ്. ഇത് കേട്ട് ചോദിച്ചു ആർക്ക് സുഖമില്ലെന്ന്? അല്ലെന്നേ ആ നയനയ്ക്ക്. നയനമോൾക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കാം. അവൾക്ക് തലവേദനയാണോ മറ്റോ. ഞാൻ അവളോട് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞ ആദർശനെ കൂട്ടിക്കൊണ്ട്. അല്ല അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന് ഞാനല്ലേ. ഇനിയിപ്പോൾ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവളുടെ വീട്ടുകാരെല്ലാരും കൂടെ എന്നെ കുറ്റപ്പെടുത്തും. ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന് അവളെ കൊല്ലാനായിരുന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞു. പക്ഷെ അവൾക്ക് ഭയങ്കരമല്ല, അവള് പോകാനായിട്ട് കൂട്ടാക്കുന്നില്ലെന്ന് പറയാം. അത് കേട്ടപ്പം മുത്തശ്ശി പറഞ്ഞു അതെയോ തലവേദനയാണിപ്പോ എന്തിന്റെയാന്ന് അറിയത്തില്ലോ എന്ന് പറയണം. എന്തിന്റെയാന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അവളോട് ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ പറയാനുള്ള പറഞ്ഞു. ഇനി അമ്മ തന്നെ ഇന്നൊന്ന് പറഞ്ഞു നോക്ക്. അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവൾ അനുസരിച്ചാലോ. ഹോസ്പിറ്റലിൽ പോകാൻ ചിലപ്പോൾ തയ്യാറായേക്കും. അല്ലെങ്കിൽ ആദർശനോട് പറഞ്ഞിട്ടും കാര്യമില്ല. അവൻ പറഞ്ഞിട്ട് അവൾ പോകുന്നില്ല എന്ന് പറഞ്ഞേന്ന്. ഇനിയിപ്പൊ ഞാൻ എന്താ പറയണേന്ന് ചോദിക്കും. മുത്തശ്ശി പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാനങ്ങോട്ട് പോയി പറയാം. ഒരു പക്ഷേങ്കിൽ നിനക്കോ അവൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലേ അത് ശരിയാകത്തില്ല. രണ്ടുപേർക്കും ഓപ്പറേഷൻ ചെയ്തല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഒരു നിമിഷം ദേവേനെ ഇങ്ങനെ മുത്തശ്ശിനെ നോക്കണം. അല്ല അമ്മ എന്താ പറഞ്ഞേ? എനിക്ക് ഓപ്പറേഷൻ നടത്തിയ ശരി തന്നെയാ, പക്ഷെ അവൾക്ക് ഓപ്പറേഷൻ നടത്തിയെന്നോ? എനിക്ക് എന്താ അമ്മ, എനിക്കൊന്നും മനസ്സിലായില്ലോ എന്ന് പറയാം. അവൾക്കും ഓപ്പറേഷൻ വല്ലതും നടത്തിയാലും ചോദിക്കും. അപ്പോഴാണ് വസുന്ധര മുത്തശ്ശിക്ക് ബോധോദയം ഉണ്ടായി. ദൈവമേ താൻ എന്തായി പറഞ്ഞെന്നുള്ള കാര്യം. പെട്ടെന്ന് വസുന്ധരാൻ പറഞ്ഞു അല്ല അത് പിന്നെ ഓപ്പറേഷൻ നടത്തിയതല്ല, ഞാൻ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞപ്പോ നിന്റെ ഓപ്പറേഷന്റെ കാര്യമാണ് പറഞ്ഞേ എന്ന് പറയാണ്. ഓ അങ്ങനെ, ഞാൻ കരുതി അവളുടെ ഓപ്പറേഷനെ കുറിച്ച് അമ്മ പറഞ്ഞേന്ന്. അല്ല അതങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞില്ല, നിന്റെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നയനമ്മളുടെ പേര് നാവിൽ വന്നാന്നൊക്കെ പറഞ്ഞോണ്ട് അവിടുന്ന് പതുക്കെ തടി ഉരുവാണ് വസുന്ധരാമ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ദേവേനിക്ക് ഉള്ളിൽ ചിരി വന്നു. പക്ഷെ പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റില്ലോ. അമ്മയൊക്കെ എത്രമാത്രം കള്ളത്തരം പറയണമെന്നൊന്നും അറിയാം, അത് മറച്ചു വെക്കാനായിട്ട്. പിന്നീട് മുത്തശ്ശി പറഞ്ഞു ഞാനവളോട് പോയി ഒന്ന് പറഞ്ഞു നോക്കാം. തലവേദന വരുന്ന ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് സൂക്ഷിക്കേണ്ട കാര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അങ്ങോട്ടേക്ക് കയറി പോവാണ്. ഇതിനുശേഷം നന്ദു ഫ്രണ്ട്സും കൂടെ സംസാരിച്ചോണ്ടിരിക്കാം. അപ്പൊ ഫ്രണ്ട്സ് പറഞ്ഞു അതെ നാളെ നീ ട്രെയിനിങ്ങിന് പോവല്ലേ നിൽക്കും. അതേടാ നാളെ പോവാ, പിന്നെ കുറച്ചാളെ കഴിഞ്ഞിട്ടല്ലേ നിന്നെ കാണാൻ പറ്റുള്ളൂ. ഓ അപ്പൊ നീ വലിയ ആളായിട്ടുണ്ടായിരിക്കും, SI ആയിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. നമ്മളൊന്നും കണ്ടാ വലിയ മൈൻഡൊന്നും കാണത്തല്ലേന്ന് ചോദിക്കാം. എന്താടാ അങ്ങനെ പറഞ്ഞേ? നിങ്ങളെ കണ്ട എനിക്ക് മൈൻഡില്ലേ? എനിക്കറിയാം, ഞങ്ങളെ കണ്ട ഒരു മൈൻഡും കാണത്തില്ല നിനക്ക്.
നീ വലിയ വൻദേശയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഓ ഞങ്ങളെയൊക്കെ പിടിച്ചിടിക്കുമായിരിക്കും അല്ലേ നീക്കുക. അതെ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ എന്നല്ല ആരെയാളും ഞാൻ പിടിച്ചിട്ടിരിക്കും. അറിയാലോ, അതിപ്പോ SI എന്ന് പറഞ്ഞ് ഞാൻ എന്റെ ആ പദവി ഞാൻ ഒരിക്കലും ദുർവിനിയോഗം ചെയ്യാൻ പോകുന്നില്ല. തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെയാളും പിടിച്ച് ശിക്ഷിക്കും. നിങ്ങളെയാണെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷൻ കൊണ്ട് ഇടിക്കുന്നു പറയാം. അറിയാടി, ഞങ്ങൾക്കറിയാന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നന്ദു അങ്ങോട്ട് വെക്കി വരുന്നത്. അതെ, നിന്റെ കാമുകൻ വരുന്നുണ്ടെന്ന് പറയണം. കാമുകനാ? അതെ, ഇങ്ങനെയൊന്നും പറയില്ല കേട്ടോ എന്ന് പറയണം. ഇപ്പൊ കുറച്ചാളത്തേനും കൂടെ ഇങ്ങനെ പറയും. നീ ട്രെയിനിങ് കഴിഞ്ഞ പിന്നെ നിന്റെ അടുത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ തമാശ ഒന്നും പറയാൻ പറ്റില്ലോ. അതെന്താ? അപ്പൊ നീ ഞങ്ങളെ കൂമ്പിടിച്ച് വാട്ടില്ലേ നിൽക്കും. പിന്നീട് പറഞ്ഞു, അവനിങ്ങോട്ട് വരുന്നുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് പോയേക്കാന്ന് പറയണം. അപ്പോഴേക്കും അനി അങ്ങോട്ട് വന്നു. ഈ സമയം ഫ്രണ്ട്സിൽ ഒരാൾ ചോദിച്ചു, ആഹാ, നീ എന്താടാ അത്ര നേരത്തെ വന്നെന്ന് ചോദിക്കാം. നന്ദുവിനെ കാണാൻ വന്നായിരിക്കുമല്ലേ എന്ന് ചോദിക്കണം. ഏയ് അങ്ങനൊന്നുമില്ല, ഇവള് നാളെ പോവല്ലേ, അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് കണ്ടേക്കാന്ന് കരുതി. എന്നാ ശരി, ഞങ്ങൾ അങ്ങോട്ട് പോയേക്കോന്ന് പറയണം. എന്താ? അല്ല, നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാ ഞങ്ങളില്ലേന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും നന്ദു പറഞ്ഞു, അതെ, ഒരു കാര്യം പറഞ്ഞേക്കാം, ഇങ്ങനെയൊന്നും വെറുതെ പോലും പറയില്ലെന്ന് പറയണം. ശരി ശരി ആയിക്കോട്ടെ, ഞങ്ങൾ പിന്നെ കണ്ട് സംസാരിച്ചോളാം, നിങ്ങൾ തമ്മിൽ സംസാരിക്കിപ്പം എന്നും പറഞ്ഞിട്ട് അവന്മാരും അങ്ങോട്ടേക്ക് പോയി. ആ സമയം അതിന് നന്ദുവിനോട് പറഞ്ഞ് ഇരിക്കാൻ പറയണം. അങ്ങനെ അവിടെ ഒരു ബെഞ്ചില വരണ്ടൊരുകൂടി ഇരിക്കുവാണ്. ഈ സമയം നന്ദു പറഞ്ഞു, അനി ഒന്നും വിചാരിച്ചേക്കല്ല, അവർക്കൊക്കെ നമ്മളെക്കുറിച്ച് ഓർത്ത് എന്തൊക്കെയോ തെറ്റിദ്ധാരണകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് എങ്ങനെയൊക്കെ പറയണേന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം അനി പറഞ്ഞു, അതിനകത്ത് ഇപ്പം എന്തായിരിക്കണേ, നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലേ ഇപ്പം, അതിനേക്കാളുപരി ഒരു കാലത്ത് നമ്മൾ പ്രണയിച്ചോണ്ടിരുന്നല്ലേന്ന് ചോദിക്കണം. നന്ദു ഒന്നും മിണ്ടിയില്ല. പിന്നീട് നന്ദുവിനോട് പോകുന്നതിനെ കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ തിരക്കുവാണ്. നന്ദു പറഞ്ഞു, നാളെ പോകുന്നു പറയണം. നാളെ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിന്നെ കാണാൻ വരാൻ പറ്റുമൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കണം. ഏയ് അങ്ങനെ അതിന്റെ ആവശ്യമില്ലോ, ഞാൻ ട്രെയിനിങ്ങിനല്ലേ പോകുന്നേ, പറയാൻ പറ്റില്ല നന്ദു. ഒരു പക്ഷേങ്കില് എനിക്ക് നിന്നെ കാണാൻ തോന്നുവാണ്, ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് കാണാൻ വരൂ കേട്ടോ എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നന്ദു ഒന്നും മിണ്ടിയില്ല. പിന്നീട് ചോദിച്ചു, അല്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലോ അല്ലേന്ന് ചോദിക്കണം. എന്ത് പ്രശ്നം? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, കാരണം നന്ദിന് പോകാൻ വിഷമമുണ്ടോ അങ്ങനെയൊക്കെയാണ് എനിക്ക് അറിയേണ്ടത്. നന്ദു പറഞ്ഞു, വീട്ടുകാരെ പിരിഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ മാറി നിന്നിട്ടില്ലല്ലോ, അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അനി നിനക്കറിയാലോ, ഞാനും നീ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ ഒരു പക്ഷേങ്കിൽ ഇത് അനാമിക അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തന്നെ അനാമിക്ക് സംശയമാണ്. ഇപ്പൊ ഞാൻ വെറും നിന്റെ ഒരു ഫ്രണ്ട് മാത്രമാണ്, നീ ഒരാളുടെ ഭർത്താവ് എന്നുള്ള ചിന്ത നിന്റെ മനസ്സിൽ വേണമെന്ന് പറയാ. ഇത് കേട്ടപ്പോൾ അരി പറഞ്ഞു, നല്ല കഥയായി, ഞാൻ അവളുടെ കഴുത്തിൽ താലി ആർത്തിയെങ്കിലും ഇന്ന് വരെ അവൾ എന്നെ ഒരു ഭർത്താവായിട്ട് കണ്ടിട്ടില്ല. അവൾക്ക് വേണ്ട സ്വത്തും പണം സ്വർണ്ണം ഒക്കെയാ, അല്ലെങ്കിൽ തന്നെ അവര് മൊത്തം കള്ളത്തരമാന്നാ തോന്നേ. ഇതിനു മുമ്പാണെങ്കിൽ അനാമിയുടെ അച്ഛൻ ഒരു പ്രോപ്പർട്ടി കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര അവര് സ്വന്തമായിട്ട് മേടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് വില കൂടിയ കാറെല്ലാം കൊണ്ടുവന്നു. പിന്നെ അതിനൊന്നും പൊടി പോലും ഇല്ലാന്ന് പറയണം. എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഭാര്യയാന്ന് പറയുമ്പോൾ എപ്പോഴെങ്കിലും നമ്മളോടൊരു ഇതൊക്കെ തോന്നുമല്ലേ, പക്ഷെ ഇത് അങ്ങനെയൊന്നും ഇല്ല, അവിടെ ഒരു പ്രത്യേക ജനസാന്നൊക്കെ പറയണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദു പറഞ്ഞു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ അവളുടെ കഴുത്തിൽ താലി ആർത്തിയതല്ലേ, താലി ആർത്തിയെന്ന് പറഞ്ഞോണ്ട് അവള് പറയുന്നെല്ലാം കേട്ട അവളുടെ അടിമയായിട്ട് ഞാൻ കിടക്കണോ? അതിന് അനിയെ കിട്ടത്തില്ല എന്ന് പറയണ. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അധികകാലം നീണ്ടുപോകുന്നു എനിക്ക് തോന്നില്ല. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു പറയണം. നന്ദു പറഞ്ഞു, വേണ്ട അനി, അന്ന് ശരിയാത്തില്ല, നിനക്കറിയാലോ നമ്മൾ തമ്മിലുള്ള കുടുംബത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ എത്രമാത്രം വലുതാന്ന്. വെറുതെ എന്തിനും ഒരു പ്രശ്നത്തെ നമ്മൾ ഇനി വഷളായിക്കൊണ്ട് പോകുന്നേ, അതിന്റെ കാര്യമില്ല. പിന്നെ നീ വിളിക്കുമ്പോൾ ഞാൻ കോൾ എടുക്കുന്ന വെച്ചാൽ നിനക്ക് മനസ്സ് ബുദ്ധിമുട്ടാണല്ലോ എന്ന് കരുതിയ. അത് മാത്രമല്ല, എന്നെ എപ്പോഴും കാണാനൊന്നും വരണ്ട കേട്ടോ. ഇനിയിപ്പം അവിടെ ചെന്നാലും നീ കാണാൻ വരണ്ട, അത്ര കാണാൻ തോന്നുന്നു, നീ എന്നെ ഒരു വീഡിയോ കോൾ വിളിച്ചാൽ മതി, നമുക്ക് സംസാരിക്കാന്ന് പറയണം. നിന്റെ മനസ്സിന് വിഷമം വന്നു കഴിയുമ്പോൾ അല്ല നമ്മൾ ഒരിക്കലും ഇങ്ങനെ കാണുന്നതും മിണ്ടുന്നൊന്നും ശരിയില്ല എന്ന് പറയണം. ഇതും പറഞ്ഞിട്ട് നന്ദു അങ്ങോട്ട് എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും നന്ദുവിനെ വിളിച്ചിട്ട് അതിന് പറഞ്ഞു, 1 മിനിറ്റ് എന്ന് പറയണം. ആ സമയത്താണ് അതിലൂടെ അനാമിക വരുന്ന കാറും കൊണ്ട്. അനാമികയിലൂടെ അങ്ങ് പാസ് ചെയ്ത് പോകും കണ്ടു. അനിയും നന്ദുവും കൂടെ സംസാരിച്ചിങ്ങ് നടക്കുന്നേ. അനാമിക കട്ടക്കലിപ്പേ എന്നും പറഞ്ഞോട് ദേഷ്യപ്പെട്ട് അനാമിക വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് പോവാണ്. ആ സമയം അനി നന്ദുവിൻ്റെ അടുത്ത് നിന്നിട്ട്, നന്ദു നീ പോവല്ലേ എന്താണ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്, അപ്പൊ നിനക്ക് വേണ്ടി ഞാൻ ഒരു ചെറിയ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയണം. ഗിഫ്റ്റ്? എന്ത് ഗിഫ്റ്റ്? നിനക്ക് വേണ്ടി ഞാൻ പ്രത്യേക ഒരു മോതിരം പണിയിച്ചെന്ന് പറയണം. ഇത് കേട്ടതും നന്ദു പറഞ്ഞു, എന്താ നീ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കണേ, എനിക്ക് വേണ്ടാന്ന് പറയണം. അങ്ങനെ പറയരുത്, എൻ്റെ ഒരു സമ്മാനമായിട്ട്, നീ എൻ്റെ ഫ്രണ്ടല്ലേ, അപ്പൊ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ പണിയിച്ചുകൊണ്ട് വന്ന കയ്യിലിട്ട് തരണമെന്ന് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അനി പോക്കറ്റിൽ നിന്ന് അത് എടുക്കുവാണ്. പക്ഷെ കയ്യിലിട്ട് തന്നാൽ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചോണ്ട് കയ്യിൽ തന്നെ തരുന്നതെന്ന് പറയണം. ഇത് വാങ്ങിക്കണം, നീ വാങ്ങിക്കാറുണ്ട്, എനിക്ക് വിഷമമാവെന്ന് പറയണം. പിന്നെ ഒന്നും നോക്കാനില്ലായിരുന്നു. പിന്നെ നന്ദു അത് വാങ്ങി. നന്ദുവിനറിയാം നന്ദു അനി എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്.
അതുപോലെ തന്നെ എനിക്കറിയാം നന്ദുവിന് മനസ്സിൽ താനുണ്ടെന്നുള്ള കാര്യം. അത് വാങ്ങിയിട്ട് നന്ദു ഒരു നിമിഷം അനിയുടെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. പിന്നീട് എന്നാ ശരി ഞാൻ പോയേക്കുവാന്ന് പറയണം. അങ്ങനെ അവരങ്ങോട്ട് പിരിയുവാണ്. ഇനി ശേഷം ആദർശം നയനയുടെ അടുത്തേക്ക് വരിക. നയനയോട് വന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഇപ്പൊ തലവേദന? കുറവുണ്ട് ആദർശേട്ടാന്ന് പറയണം. അല്ല എന്തേലും വയ്യായിക ഉണ്ടെ പറയണം, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാന്ന് പറയണം. എനിക്ക് ഹോസ്പിറ്റലിൽ പോകണ്ട, എനിക്ക് വീട്ടിൽ പോയാൽ മതി എന്ന് പറയണം. വീട്ടിൽ പോനോ? വീട്ടിൽ പോയ തലവേദന കുറയാം, ഒന്ന് വീട്ടിൽ പോയ അമ്മേനെ ഒന്ന് കണ്ടാൽ മതി എന്ന് പറയാം. ശരി, പെൺകുട്ടികൾക്ക് എങ്ങനെയാ ഒരു വയ്യായിക വരുമ്പത്തേനും അച്ഛനോ അമ്മയോ ആരെങ്കിലും അവരുടെ അടുത്തുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമാവെന്ന് പറയാം. നിന്റെ ആഗ്രഹം അതാണെങ്കിൽ ഞാൻ എതിര് നിൽക്കുന്നില്ല. വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയേക്കാം, നിന്നെ ഞാൻ കൊണ്ടേക്കാന്ന് പറയണേ. അല്ല ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ അമ്മ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ? ഞാൻ അമ്മയോട് ചോദിച്ചു നോക്കട്ടെ. നിന്നെ വീട്ടിൽ കൊണ്ടുവിടുന്നതിന് ഇപ്പം എന്താ കുഴപ്പമിരിക്കുന്നത്? എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഒരു ദിവസം അവിടെ നിന്നിട്ട് വന്നാലും കുഴപ്പമൊന്നുമില്ലെന്ന് ആദർശ് പറയാണ്. അങ്ങനെ നയന പറഞ്ഞ് ശരി ഞാൻ റെഡിയാകാന്ന് പറഞ്ഞ് നയനെ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. ഈ സമയം നന്ദു മോതിരത്തിന്റെ ഭംഗിയൊക്കെ നോക്കി വീട്ടിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേന് നന്ദുവിന്റെ മനസ്സിലേക്ക് അനിയും നന്ദുവും തമ്മിലുള്ള ആ നല്ല നല്ല നിമിഷങ്ങൾ ഓർമ്മ വരുവാണ്. കാരണം തന്റെ കൈവിരലിന് പാകമുള്ള മോതിരം തന്നെ അവൻ എടുത്തിരിക്കുന്നത്. അവന്റെ മനസ്സിൽ താൻ അത്ര ആഴത്തി പതിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കുമാണ് കനകയുടെ വരവ്. കനക വന്നപ്പോഴത്തേന് നന്ദു പെട്ടെന്ന് കയ്യിൽ ഒളിപ്പിച്ചത്. ആഹാ, നന്ദോട്ട് ഇങ്ങനെ ഇരിക്കണോ? നിനക്ക് പുറത്തു പോകണ്ടേ? എന്തിനും പർച്ചേസ് ചെയ്യണ്ടേ? നാളെ പോകാനുള്ള കാര്യങ്ങളൊക്കെ വാങ്ങണ്ടേന്ന് ചോദിക്കണം. അപ്പത്തേനും പറഞ്ഞു അതിപ്പോ അങ്ങോട്ട് അവൻ പോകാൻ തുടങ്ങുമെന്ന് പറയണ. അല്ല നന്ദോട്ടാ എന്താ ഈ കൈ പിടിച്ചിക്കണെന്ന് ചോദിക്കുക. അത് പിന്നെ ഒന്നുമില്ലമ്മേന്ന് പറയണ. എന്താ ഒന്ന് കാണിച്ചെന്ന് പറയണ. മോതിരവോ? ഇതെവിടുന്നാന്ന് ചോദിക്കണ. അല്ല അത് പിന്നെ എന്റെ ഫ്രണ്ട്സ് തന്നാന്ന്. ആ ജോലിയും കൂലിയില്ലാത്ത നടക്കുന്ന അവന്മാരോ? അവന്മാരുടെ എവിടെ നിന്ന് ഇത്രയും മാത്രം കാശൊക്കെ ഇരിക്കണേ? അല്ലമ്മ അത് പിന്നെ ഞാൻ നാളെ ട്രെയിനിങ്ങിന് പോവില്ലേ, അപ്പൊ അതുകൊണ്ട് അവന്മാർ എനിക്ക് തന്നാന്ന് പറയണം. ഓ അങ്ങനെ, ശരി നല്ല ഭംഗിയുണ്ട് കാണണ്ട, നിന്റെ അളവിനുള്ള മോതിരം തന്നെയാണല്ലോ എടുത്തിരിക്കുന്നത് എന്നൊക്കെ പറയണം. അങ്ങനെ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും പെട്ടെന്ന് തിരിഞ്ഞു വന്നിട്ട് കനക പറഞ്ഞു, അതെ ഇനിയിപ്പൊ അവനെങ്കിലും തന്നല്ലോ അല്ലേ ആ അനി? അല്ലമ്മേന്ന് പറയണം. നീ അവനെ കാണാറുണ്ടോന്ന് ചോദിക്കണം. കണ്ടിട്ടേ ഇല്ല. മോളെ ഇനിയിപ്പൊ എങ്ങാനും അവനെങ്ങാനും വഴിക്ക് വെച്ച് കാണുവാണെങ്കിൽ നീ മൈൻഡ് ചെയ്യാനൊന്നും പോകണ്ട കേട്ടോ. ഇങ്ങനത്തെ പല സമ്മാനങ്ങളൊക്കെ തന്നിരിക്കും, ആ സമ്മാനങ്ങളൊക്കെ മേടിച്ചേക്കുകയും ചെയ്തേക്കില്ലെന്ന് പറയണം. ശരിയെന്ന് പറയണം. കനക അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ നന്ദു ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അപ്പൊ മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.